കോളേജിലെ ഫീസ് അടയ്ക്കാൻ വീട്ടിൽ നിന്ന് തന്ന 120 രൂപ കൊണ്ട് മദ്രാസിലേക്ക് ഓടിപ്പോയ പയ്യൻ. സിനിമയോടുള്ള അഭിനിവേശത്തിൽ ഒരു ലൈറ്റ്മാനെങ്കിലും ആകണമെന്നായിരുന്നു അന്ന് ആഗ്രഹം. അഭിനയിക്കണമെന്ന ചിന്തയൊന്നും മനസ്സിലേ ഇല്ല. എങ്ങനെയെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ജോലി. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകവേ കയ്യിലെ കാശ് തീർന്നു. ആഗ്രഹം സഫലീകരിക്കാതെ നിരാശനായി അയാൾ തിരിച്ച് വീട്ടിലേക്ക് വണ്ടി കയറി. വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ തന്നോട് കൂലിയായി ജോലി നോക്കാൻ ആവശ്യപ്പെട്ടു. വേറെ വഴിയില്ലാതെ അച്ഛൻ്റെ വാക്ക് കേട്ട് തൻ്റെ സഹോദരി ഭർത്താവ് സൂപ്പർവൈസറായ കമ്പനിയിൽ കൂലിയായി. 100 ചാക്ക് അരി ചുമന്നാൽ കിട്ടിയിരുന്ന ശമ്പളം 10 രൂപ. അങ്ങനെയിരിക്കെ ഒരിക്കൽ ലോഡ് ഇറക്കിയതിനു ശേഷം ഒരാൾ 2 രൂപ തന്നു. ടിപ്സ് വച്ചോളൂവെന്ന അയാളുടെ ശബ്ദം എവിടെയോ കേട്ട് മറന്നതായിരുന്നു. തൻ്റെ പഴയ കോളേജ് മേറ്റ്. അന്ന് ജീവിതത്തിൽ ആദ്യമായി അയാൾ കരഞ്ഞു. എന്നെ വാഴ്ക്കടാ ഇതെന്ന് ആത്മകഥം പറഞ്ഞു. പിന്നീട് മറ്റൊരു ബന്ധുവിൻ്റെ നിർദ്ദേശത്തിൽ കൂലിവേല വിട്ട് കണ്ടക്ടറായി. അന്ന് തൻ്റെ ബസ്സിലെ ഡ്രൈവറും ഉറ്റ സുഹൃത്തുമായ രാജ് ബഹദൂറാണ് അദ്ദേഹത്തോട് അഭിനയത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. ആ പ്രോത്സാഹനം അയാളെ സിനിമയിലെത്തിച്ചു. കെ ബാലചന്ദർ എന്ന സംവിധായകൻ അയാളെ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പറിച്ചു നട്ടു. ഇന്ന് ആ ചെടി തമിഴ് സിനിമയെ പിടിച്ചു നിർത്തുന്ന വൻ മരമാണ്. പതിറ്റാണ്ടുകൾ കൊണ്ട് അതിർത്തികൾ ഭേദിച്ച് അയാളുണ്ടാക്കിയ സാമ്രാജ്യം. അപൂർവരാഗങ്ങളിൽ തുടങ്ങി കൂലിയിൽ എത്തി നിൽക്കുന്ന നീണ്ട 50 വർഷങ്ങൾ. സൂപ്പർ സ്റ്റാർ എന്ന് തമിഴ് പ്രേക്ഷകർ തല്ല അഹങ്കാരത്തോടെ വിളിക്കുന്ന തലൈവർ രജനീകാന്തിൻ്റെ 50 വർഷങ്ങൾ. സിനിമാ ജീവിതത്തിൽ തലൈവരുടെ സൂപ്പർ സ്റ്റാറിന്റെ ആദ്യ സിനിമ പുറത്തിറങ്ങിയതും ഇതുപോലൊരു ആഗസ്റ്റിലാണ്. 1975 ആഗസ്റ്റ് 15. കൃത്യം 50-ാം വർഷമെത്തുന്ന സിനിമയും ആഗസ്റ്റിൽ തന്നെ. വെറുമൊരു കോയിൻസിഡൻ്റായി തള്ളിക്കളയാനാകില്ല ഇതിനെ. സിനിമയുടെ പേരിൽ തുടങ്ങി റിലീസ് ഡേറ്റിൽ എത്തി നിൽക്കുന്ന അസാമാന്യ സാമ്യത അദ്ദേഹത്തിന് കാലം നൽകുന്നൊരു സമ്മാനം കൂടിയാകാം. ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ തലൈവരുടെ ജീവിതത്തിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്താൽ അവസാനമായി ഇത്ര ഹൈപ്പിൽ ഒരു രജനി സിനിമ എത്തിയിട്ടുണ്ടാവുക 2016-ലാകും. തമിഴ് സിനിമകളിലെ സ്ഥിരം വില്ലന്മാരെ പോലെ മീശ പിരിച്ച് ലുങ്കി മടക്കി കുത്തി വന്ന് നിൽക്കുന്ന ആളാണെന്ന് കരുതിയോ? കബാലിഡ എന്ന് രഞ്ജിത്ത് ഫ്രെയിമിൽ സന്തോഷ് നാരായണന്റെ സംഗീതത്തിന്റെ അകമ്പടിയിൽ അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അക്ഷരാർത്ഥത്തിൽ നിന്ന് കത്തി. കോട്ടും സ്യൂട്ടുമിട്ട് സ്റ്റൈൽ മന്നനെ ഇന്നേ വരെ കാണാത്തൊരു അവതാറിൽ വെറും 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ടീസറിൽ രഞ്ജിത്ത് അവതരിപ്പിച്ചു. തലൈവർ സ്വാഗിൽ സിനിമയുടെ ഹൈപ്പ് കത്തിക്കയറി. രജനീകാന്തിനെ അത്രയും സ്വാഗിൽ കണ്ടൊരു സിനിമ ആ അടുത്തുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് കബാലിയുടെ ഹൈലൈറ്റായി. പല കമ്പനികളും അന്ന് കബാലി കാണാൻ തങ്ങളുടെ ജീവനക്കാർക്ക് അവധി നൽകി. അന്നേ ദിവസം പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് രജനി ഫാൻസ് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ഓൺലൈൻ പെറ്റീഷൻ വരെ നൽകി. അത്രത്തോളം ഭീകരമായ ഹൈപ്പാണ് അന്ന് രജനി സിനിമ ഉണ്ടാക്കിയത്. കബാലിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയി. എന്നാൽ അതേ സ്വാഗിൽ കറുത്ത മുണ്ടും കറുത്ത ജുബ്ബയും ഇട്ട് കാലയായി അയാൾ 2 വർഷത്തിനിപ്പുറം വീണ്ടും അവതരിച്ചു. വീണ്ടും ഒരു രഞ്ജിത്ത് ചിത്രം. സണ്ടപ്പോട്ട് കാപ്പാത്ര കരികാലനായി എത്തിയ കാല തലൈവരിലെ മറ്റൊരു എക്സ്ട്രീമിനെ കാട്ടിത്തന്നു. ഒരു ഗ്യാങ്സ്റ്ററായി, ഗ്യാങ് ലീഡറായി, തലൈവനായി വീണ്ടും ഒരു വരവ്. സിനിമ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം കണ്ടില്ലെങ്കിലും കാല എന്ന കഥാപാത്രവും ആറ്റിറ്റ്യൂഡും ആളുകളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടി. അതേ വർഷമെത്തിയ യന്തിരൻ്റെ 2ാം ഭാഗം 2.0 തമിഴ് സിനിമയിലെ ഏറ്റവും പണം വാരിയ ചിത്രമാണ്. 2019-ലെത്തിയ പേട്ട തലൈവർക്ക് വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് സമ്മാനിച്ചു. കാർത്തിക് സുബ്ബരാജിന്റെ ഫാൻ ബോയ് സംഭവം ഐക്കോണിക് സീനുകളും ബീജിയമുകളും കൊണ്ട് രജനി ഫാൻസിന് വിരുന്നൊരുക്കി. ഞാൻ വീഴുവേനെன்று നിനത്തായോ എന്ന് രജനീകാന്ത് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റുപറഞ്ഞു. 2020-ലെത്തിയ ദർബാറും 2021-ലെത്തിയ അണ്ണാത്തെയും പ്രേക്ഷകരെ ഒരുപോലെ നിരാശപ്പെടുത്തി. ഒരു രജനി സിനിമ കണ്ട് കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും കാത്തിരുന്നവർക്ക് മുൻപിലേക്കാണ് 2023-ൽ നെൽസൺ ജയിലറുമായി എത്തുന്നത്. ബീസ്റ്റിന്റെ പരാജയം കാരണം നെൽസണിൽ അന്ന് പലർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു പരാജയ ഭീതി രജനി ആരാധകർ മണത്തു. എന്നാൽ റിലീസിനു ശേഷം കഥ മാറിമറിഞ്ഞു. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ സ്ക്രീനുകളിൽ തീയായി. സ്ക്രീൻ പ്രസൻസിൽ ആ 73-കാരനെ വട്ടം വയ്ക്കാൻ മറ്റാരുമില്ലെന്ന് ഒരിക്കൽ കൂടി തമിഴ് സിനിമ കണ്ടു. കണ്ടിരുന്നവരിൽ നെൽസൺ അഡ്രിനാലിൻ റഷ് നിറച്ചു. കൂടെ അനിയുടെ മാസ് എലവേറ്റിംഗ് BGM-ഉം. മോഹൻലാലിന്റെയും ശിവരാജ് കുമാറിന്റെയും ക്യാമിയോ പ്രേക്ഷകരെ ത്രസിപ്പിച്ചു. അങ്ങനെ ജയിലറിലൂടെ സൂപ്പർ സ്റ്റാറിന്റെ സൂപ്പർ ഹിറ്റ് കംബാക്ക്. കഴിഞ്ഞ വർഷം എത്തിയ വേട്ടയ്യാൻ ജയിലർ ഉണ്ടാക്കിയ ഓളത്തിന്റെ അടുത്തുകൂടെ പോലും കടന്നുപോയില്ല. ആ നിരാശ മിക്ക രജനി ആരാധകർക്കും ഉണ്ട് താനും. കൂലി അവയെ കവച്ചു വെക്കുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. അതിന് കാരണം സംവിധായകന്റെ പേര് തന്നെയാണ്. ലോകേഷ് കനകരാജ് ഫ്രെയിമിൽ തലൈവർ എത്തുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും തമിഴ് സിനിമാ പ്രേമികൾ മോഹിക്കുന്നില്ല. 1000 കോടി കനവിലാണ് തമിഴ് സിനിമ. എല്ലാം കൊണ്ടും അത് കൈപ്പിടിയിൽ ഒതുക്കാൻ കൂലി ഒരു സുവർണാവസരവും. ഒരു 74-കാരനെ സ്ക്രീനിൽ കാണാൻ, അയാളുടെ സ്വാഗും ആറ്റിറ്റ്യൂഡും ആക്ഷനുമെല്ലാം ആദ്യ ദിനം കണ്ടനുഭവിക്കാൻ തിരക്ക് കൂട്ടുകയാണ് സിനിമാ ലോകം. അപ്പുറത്തൊരു ബ്രഹ്മാണ്ഡ സിനിമയുണ്ടായിട്ടും അതിനെ വെട്ടിമാറ്റുന്ന ടിക്കറ്റ് ബുക്കിങ്ങും പ്രീസെയിലും. ഇതെല്ലാം കൂലിക്ക് നേടിക്കൊടുക്കുന്നത് അയാളുടെ പവർ തന്നെയാണ്, സൂപ്പർ സ്റ്റാർ പവർ. ഓഡിയോ ലോഞ്ചിൽ ഫുൾ എനർജിയിൽ 40 മിനിറ്റ് നോൺ സ്റ്റോപ്പായി നടത്തിയ നെടുനീളം സ്പീച്ച് കേൾക്കാൻ എത്തിയത് ആയിരങ്ങളാണെങ്കിൽ കൂലിക്കായി കാത്തിരിക്കുന്നത് ജനലക്ഷങ്ങളാണ്. ഭാഷയും പടയപ്പിയും കബാലിയും പേട്ടയുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. അക്കൂട്ടത്തിലേക്ക് ദേവയെ കൂടി പ്രതിഷ്ഠിക്കാൻ ലോകേഷിനാകുമെന്ന് പ്രതീക്ഷിക്കാം.